ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളെ ടിപ്സുകൾ, സേവിങ്സ്, മണി സേവിങ്സുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ കടബാധ്യതകൾ ഉണ്ടാവും. ഈ കടങ്ങളെയൊക്കെ ഈസി ആയിട്ട് നമുക്കൊരു കുറച്ച് വേഗത്തിൽ തന്നെ അതിനെയൊക്കെ എങ്ങനെ അടച്ചു തീർക്കാം, അതിനെന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്കതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ പേരാണ് സ്നോബോൾ മെത്തേഡ്. ഓക്കെ, ഈ സ്നോബോൾ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും ഈ കടബാധ്യതകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കടങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും EMIs ഉണ്ടാവും. പേഴ്സണലി ആൾക്കാരോട് വാങ്ങിച്ചിട്ടുണ്ടാവും ചില പൈസകളൊക്കെ. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? ആകെപ്പാട് ടെൻഷനാകും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ എടുത്ത് റോൾ ചെയ്ത് അവിടുന്ന് എടുത്തിട്ട് അവിടെ അടയ്ക്കുക, അവിടുന്ന് എടുത്തിട്ട് ഇവിടെ അടയ്ക്കുക, അങ്ങനെ ആകെപ്പാട് മൊത്തത്തിൽ കടങ്ങൾ ഏറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സ്നോബോൾ മെത്തേഡ്. ദ ഫസ്റ്റ് തിങ്, നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കുക. ഓക്കെ, സോ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നമുക്കതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് ഇതിനെല്ലാം ഓവർകം ചെയ്യണം. ഇത് തന്നെയാണ് ലൈഫ്. സോ മാക്സിമം കടം വാങ്ങിക്കാതിരിക്കുക. ഇനി ഈ കടങ്ങൾ ഇങ്ങനെ ഈ മെത്തേഡ് പറഞ്ഞ് അടച്ചു തീർത്താലും വാങ്ങിക്കാതിരിക്കുക. കടബാധ്യത ഇല്ലാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അവനാണ് റിച്ച്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള കടങ്ങളെ എങ്ങനെ അടയ്ക്കാൻ പറ്റും എന്നുള്ള ഈ മെത്തേഡിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലിസ്റ്റ് യുവർ ഡെപ്റ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ ഡെപ്റ്റ് ഉണ്ടോ അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. പേഴ്സണലായിട്ട് കൊടുക്കാനുള്ളതോ, EMI ആയിട്ടുള്ളതോ, ബാങ്കിൽ നിന്നുള്ള ലോണോ, പേഴ്സണൽ ലോണോ, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും ഓരോ എമൗണ്ട്, ഇനി എത്ര മന്ത് ഉണ്ട്, എത്ര അടച്ചു കഴിഞ്ഞു, എങ്ങനെയുള്ളതെല്ലാം ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈ ലിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കുറച്ച് എമൗണ്ടുള്ള കടങ്ങൾ ഏതാണോ, ഇപ്പം ചിലതിപ്പോൾ 1 ലക്ഷമൊക്കെ ആയിരിക്കും, അപ്പം ചിലത് 60,000 ആയിരിക്കും, ചിലത് 50,000, ചില ആരുടെയെങ്കിലും എടുത്തുനിന്ന് ഒരു 10,000 വാങ്ങിച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള, ഏറ്റവും ചെറുതിൽ നിന്ന് വലിയ വലിയ കടങ്ങളിലേക്ക് അതിനെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഇനി ഈ ലിസ്റ്റ് ചെയ്ത് വെച്ചതിനെ നമ്മളെപ്പോഴും നമുക്ക് നമ്മളുടെ ഷെൽഫിനകത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് എവറി ഡേ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, നമുക്ക് ഈ കടബാധ്യതകൾ ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടൊരു കണക്കുണ്ടാവണമല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും ചെറിയ കടം, ഇപ്പോൾ ഒരാൾക്കൊരു 10,000 രൂപ കടം മേടിച്ചതാവട്ടെ, ഒരു പേഴ്സണലായിട്ടുള്ള കടങ്ങൾ നമുക്ക് ആദ്യം അങ്ങ് തീർക്കാം. ബാങ്കിൽ നമുക്ക് ഒരു മിനിമം ഒരു EMI മാത്രം എല്ലാത്തിനും, ബാക്കി പറഞ്ഞ ഈ വലിയ കടങ്ങൾക്ക് എല്ലാത്തിനും മിനിമം എമൗണ്ട് എല്ലാത്തിനും ഒന്ന് അടച്ചു വെച്ചേക്കുക. അതായത് നമ്മൾ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ പലിശ കൂടി പോകാതിരിക്കാൻ വേണ്ടി ബാക്കി എല്ലാത്തിനും അടച്ചു വെച്ച് ഏറ്റവും ചെറിയൊരു കടത്തിനെ നമ്മളിപ്പിനി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ചെറിയ കടത്തിനകത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാശുകളൊക്കെ ചേർത്തി വെച്ചിട്ട് ചെറിയ കടത്തെ നമ്മൾ ആദ്യം തന്നെ അടച്ചു തീർക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിനൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതുണ്ട്. ഈ ഒരു നമ്മൾ ഏറ്റവും ചെറിയൊരു എമൗണ്ട് നമ്മൾ അടച്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആശ്വാസം കിട്ടും. വാ, നമ്മൾ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു, ഒരു കട നമ്മൾ തീർത്തു. ഇനി നമ്മൾ അടുത്ത കടത്തിലേക്ക് പോവാം. സോ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സ്നോബോൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ചെറിയ കടങ്ങളെ നമ്മൾ ആദ്യം അടച്ചു തീർക്കുക, പിന്നെ അടുത്തത്, അങ്ങനെ നമുക്ക് എന്തായാലും ഇത് തീർക്കാതിരിക്കാൻ എന്തായാലും പറ്റത്തുമില്ല. നമ്മളിത് തീർത്തേ പറ്റുകയുള്ളൂ. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത്, നിങ്ങൾ ആരെങ്കിലും കടബാധ്യതയിലൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഒരു എക്സ്ട്രാ ഇൻകം. ഏത് വകുപ്പിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റും? ഇനി ഫ്രീലാൻസ് ആണോ, ഇനി മറ്റെന്തെങ്കിലും സൈഡായിട്ടുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടാണോ, പാർട്ട് ടൈം ചെയ്തുകൊണ്ടാണോ, ഈ കാര്യങ്ങളൊന്നും നന്നായിട്ട് ഈ കൂട്ടത്തിൽ തന്നെ ട്രൈ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ മെത്തേഡൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കട മാക്സിമം വാങ്ങിക്കാതിരിക്കാൻ നോക്കുക. ഇനി കടബാധ്യത ഉള്ളവരാണ് ടെൻഷൻ അടിക്കേണ്ട. റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും അടുത്ത വഴികളുണ്ടോയെന്ന്, ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ കറക്റ്റായിട്ട് ഒന്നും കാണിച്ചു തരില്ല. നമുക്ക് ഭയങ്കര ടെൻഷനാകും. അതുകൊണ്ട് റിലാക്സ് ആയിട്ട് ആലോചിക്കുക, ഈ കടങ്ങളൊക്കെ എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പം കുറച്ച് സ്വർണ്ണമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ കടബാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്വർണ്ണം ഇട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെയിൽ
ഡീൽ ചെയ്തിട്ടാണെങ്കിലും കടം അടച്ചടച്ച് തീർത്തുകൊണ്ടിരിക്കുക. കടം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് എന്ന് പറയുന്ന കാര്യം നടക്കുകയില്ല. അതുകൊണ്ടാണ് കടത്തെ തീർക്കണം എന്ന് പറയുന്നത്. അതല്ല വേറെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുണ്ട്, ഈ പലിശയ്ക്ക് ഒരുപാട് പലിശയ്ക്കൊക്കെ കടമെടുത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ കുറച്ച് പൈസ തന്ന് സഹായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഈ പലിശയ്ക്കുള്ള കടങ്ങളൊക്കെ അടച്ചു തീർത്തിട്ട് അവർക്ക് പതുക്കെ പതുക്കെ ഈ പറഞ്ഞ ഈ സ്നോബോൾ മെത്തേഡിനെ ഉപയോഗിച്ച് തിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.